നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ ധർമ്മടത്തെ MLAയുമായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹം കാസർഗോഡ് നിന്ന് പാറശാലയിലേക്ക് ഒരു സർക്കിട്ട് നടത്തിയിരുന്നു, മന്ത്രിമാരെയും കൂട്ടി. നവകേരള സദസ്സെന്ന് അന്തംഗമികളും നവകേരള സർക്കിട്ട് എന്ന് സാധാരണക്കാരായ ജനങ്ങളും വിളിച്ച ഒരു ധൂർത്തൻ യാത്രയായിരുന്നു ആ സർക്കിട്ട്. ആ സർക്കിട്ടിനിടയിൽ പിണറായി വിജയൻ എന്ന അമൂല്യ രത്നത്തെ, അതായത് കോഹിനൂർ രത്നത്തെക്കാളും വിലപിടിപ്പുള്ള രത്നത്തെ കരിങ്കൊടി കാണിച്ച ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ നേതാക്കളായ അജയ് ജൂവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും അംഗരക്ഷകനായ സന്ദീപും ചേർന്ന് തല്ലിച്ചതച്ചതിനെക്കുറിച്ച് ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ നരാധമന്മാർക്ക്, അത് രണ്ടുപേരല്ല, അനിൽകുമാറും സന്ദീപും മാത്രമല്ല, 3 പേർ കൂടിയുണ്ട്. അങ്ങനെ 5 പേർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങി. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാറും അകമ്പടി സേനയിലെ അംഗങ്ങളായിരുന്ന സന്ദീപും അരുണും ബിപിനും ഷൈജുവും, ഈ 5 പേർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. 2003 ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ SIT നേരത്തെ തന്നെ പോലീസ് ആസ്ഥാനത്തിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. PD സതീശന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, അതായത് മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് ഈ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പിണറായി വിജയന്റെ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ നരാധമന്മാർക്ക് ക്ലീൻ ചിറ്റാണ് കൊടുത്തിരുന്നത്. പക്ഷേ PD സതീശൻ വാക്കുപാലിച്ചു. അദ്ദേഹം അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഇത് പുനരന്വേഷിക്കാൻ. അതിൻ്റെ തലപ്പത്ത് AP ഷൗക്കത്ത് അലി എന്ന CPMന്റെ കണ്ണിലെ കരടായ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഉത്തരവ് നൽകി. പക്ഷേ 15 ദിവസം ഒന്നും എടുത്തില്ല. റിപ്പോർട്ട് എന്തായാലും SIT DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഗൺമാന്മാർക്ക് അവിടെ ചാടി ഇറങ്ങേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇവന്മാർക്കെതിരെ കേസെടുക്കാം എന്നുള്ള ഒരു സൂചന കൂടി, ഒരു പരാമർശം കൂടി ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ദ്രോഹമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. എത്രയോ പേരെ അയാൾ ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ തല്ലിച്ചതച്ചു, കള്ളക്കേസെടുത്തു, ഇതെല്ലാം ചെയ്തു. എത്രയോ സ്ത്രീകൾ പല കാര്യങ്ങൾക്കായി, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതൊന്നും പിണറായി വിജയൻ കണ്ടില്ല. പക്ഷേ ആ പിണറായി വിജയൻ പൊതു ഖജനാവിൽ നിന്ന് എടുത്ത് നടത്തിയ ഒരു ധൂർത്ത്, നവകേരള സർക്കിട്ട്, അവിടെ അയാൾക്ക് കരിങ്കൊടി കാണിച്ചാൽ ആ കരിങ്കൊടി കാണിച്ചു എന്നൊരു കുറ്റത്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്ന് ഈ നരാധമന്മാർ, ഈ കാട്ടാളന്മാർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഇവരെ തല്ലിച്ചതച്ചത് എന്നുള്ളതാണ്. നോക്കൂ, തലയ്ക്കാണ് അടി കൊണ്ടത്. ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മരണപ്പെട്ടു പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ കോമയിലേക്ക് ആവുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അത് എന്തായാലും അതിലേക്കൊന്നും പോയില്ല, ഭാഗ്യം. പക്ഷേ വിധി വിട്ടില്ല, ഈ നരാധമന്മാരെ, കാട്ടാളന്മാരെ വിട്ടില്ല. വിധി ഇപ്പോൾ അവിടുത്തെ അന്ന് മർദ്ദനമേറ്റ AD തോമസ് MLA ആയി, ആലപ്പുഴ MLA ആയി. അത് തന്നെ യുവന്മാരെ സംബന്ധിച്ചിടത്തോളം ചെകിട്ടത്തടിയാണ്. ഈ അടികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന യുവന്മാർക്കാണെങ്കിലും പിണറായി വിജയനും അതിൻ്റെ പ്രതിധ്വനി കിട്ടുന്നുണ്ട്. പിണറായി വിജയന് കിട്ടുന്ന ഓരോ അടികളാണ് VD സതീശൻ്റെ സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുക്കുന്ന ഓരോ നിലപാടുകളും ഓരോ തീരുമാനങ്ങളും പിണറായി വിജയൻ്റെ കരണത്തേൽക്കുന്ന അടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനം, പിണറായി വിജയൻ്റെ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ച ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ആശാ വർക്കർമാർക്ക് 3000 രൂപ ശമ്പളം വേതന വർധനവ് നൽകി എന്നുള്ളതാണ്. ആയമാർക്കും പാചക തൊഴിലാളികൾക്കും 1000 രൂപയുടെ വേതന വർധനവ് നൽകി. ഹർഷിനയ്ക്ക് ജോലി നൽകി. വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയിരുന്ന ഹർഷിന, അവരെത്രയോ തവണ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടന്നതാണ്. പക്ഷേ അവരെയൊക്കെ പരിഹസിക്കുകയാണ് ചെയ്തത്. അവർക്ക് ഇന്നലെ ജോലി നൽകി. അതുപോലെ തന്നെയാണ് ഈ ഗൺമാന്മാരുടെ ഈ ഒരു മർദ്ദനത്തെ നിസ്സാരവൽക്കരിച്ച് അത് രക്ഷാപ്രവർത്തനമാണെന്ന് അട്ടഹസിച്ച പിണറായി വിജയന് ഒരു തിരിച്ചടിയായിക്കൊണ്ട് അവർ കുറ്റക്കാരാണ്, അവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് SIT സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ വധശ്രമം എടുക്കുന്നുണ്ടെങ്കിൽ, ഇവന്മാർക്കെതിരെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രേരണ നൽകിയ ഒരാളുണ്ട്, അതിനെ ന്യായീകരിച്ച് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച ഒരാളുണ്ട്, രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് പല്ലിളിച്ച ഒരാളുണ്ട്, പിണറായിക്കാരൻ വിജയൻ, ധർമ്മടം MLA. അയാൾക്കെതിരെയും കേസെടുക്കണം. കാരണം അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അയാൾക്ക് കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവന് പുല്ലുവിലയായിരിക്കാം. പക്ഷേ ഓരോരുത്തർക്കും അങ്ങനെയല്ല. നഷ്ടപ്പെടുമ്പോൾ മാത്രമേ വിജയ അതിൻ്റെ ആഴമറിയൂ. ഇന്ന് വിജയൻ വെറുമൊരു MLA മാത്രമാണ്. എല്ലാവരും
മുകളിലേക്കാണ് വളർന്നു പോകുന്നത്. ഇതിപ്പോൾ വിജയൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ പടവലങ്ങ പോലെ താഴോട്ടാണ്. 2 തവണ മുഖ്യമന്ത്രിയായി അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പിണറായി വിജയൻ്റെ പതനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പിണറായി വിജയൻ പ്രാദേശിക നേതാവായി, പിന്നെ ജില്ലാ സെക്രട്ടറിയായി, പിന്നെ സംസ്ഥാന സെക്രട്ടറിയായി, പിന്നെ മുഖ്യമന്ത്രിയായി, ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അണികൾ പറയുന്നത് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് പോലും വിജയന് പോകാൻ വയ്യാതെ വിജയൻ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ സർക്കാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം, ഇന്ന് 8 ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ആ 8 ദിവസങ്ങൾക്കകം ഇതുപോലെയുള്ള നിർണായക തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അഭിമാനകരമാണ്, പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. എന്തായാലും ഇവന്മാർക്ക് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് പ്രേരണ നൽകിയ പിണറായി വിജയനെയും ഇതിൽ പ്രതി ചേർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അത് സംഭവിക്കില്ല. കാരണം രാഷ്ട്രീയക്കാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എപ്പോഴും സേഫ് സോണിലാണ്. എന്തായാലും ഈ കാട്ടാളന്മാർക്ക്, ഈ നരാധവന്മാർക്ക് ജയിലിലേക്ക് പോകാൻ അവസരമുണ്ടാക്കിയ വി ഡി സതീശന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും.